നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവം മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് രക്ഷാപ്രവർത്തകർ പിന്തിരിഞ്ഞതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടമായതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. സർക്കാർ ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും എം.ടി. രമേശ്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മഞ്ഞളാംകുഴി അലി എം.എൽ.എക്കെന്ന് CPM. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി MLA അട്ടിമറിച്ചെന്നും CPM നേതാക്കൾ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണത്തിനെതിരെയും നേതാക്കൾ. മണ്ണാർക്കാട് കാരാകുറിശ്ശിയിലും ഒറ്റപ്പാലത്തും തെരുവ് നായ ആക്രമണം. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർക്ക് കാരാകുറിശ്ശിയിൽ കടിയേറ്റു. ഒറ്റപ്പാലത്ത് കടിയേറ്റത് സെക്യൂരിറ്റി ജീവനക്കാരന്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡ് വിഷയത്തിൽ MLAക്കെതിരെ ആരോപണം ഉന്നയിച്ച CPIക്കെതിരെ മുസ്ലിം ലീഗ്. പൊതുമരാമത്ത് വകുപ്പിനെ നോക്കുകുത്തിയാക്കി വെള്ളാനയായ കിഫ്ബിയെ നിയോഗിച്ചതാണ് പദ്ധതി വൈകാൻ കാരണം. ഒരു പദ്ധതി വൈകിയതിന്റെ പേരിൽ MLAയെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും നേതാക്കൾ. ഒറ്റപ്പാലം ലക്കിടിയിൽ യുവാവ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് കുത്തേൽക്കുകയും ചെയ്ത കേസിൽ 7 പേരെ കോടതി വെറുതെ വിട്ടു. രാഷ്ട്രീയമായി പകപോക്കാൻ CPM പ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാട്ടുകൾ സ്വദേശിയായ ലീഗ് പ്രവർത്തകന് 4 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. അയൽവാസി വഴിയടച്ചതോടെ ദളിത് വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിച്ച കുടുംബം. മലപ്പുറം പാണ്ടിക്കാടാണ് സംഭവം. പ്രതിഷേധം അവസാനിപ്പിച്ചത് തഹസിൽദാർ എത്തി കുടുംബവുമായി നടത്തിയ ചർച്ചയിൽ. വാർത്തകളിലേക്ക് വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിൽ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് രക്ഷാപ്രവർത്തകർ പിന്തിരിഞ്ഞതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടമായതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. കോടികൾ ചിലവഴിച്ചിട്ടും സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ നേതൃയോഗം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് ആശുപത്രിയുടെയും ജില്ലാ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജിന്റെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട പണമാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ തുക കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല. അത് ചെലവഴിക്കപ്പെടാതെ കിടക്കുമ്പോഴാണ് കേരളത്തിലെ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നത്. ഇന്നും കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണു. നിർഭാഗ്യവതിയായ ഒരു സഹോദരി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. രാവിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് പഴയൊരു കെട്ടിടമാണ്, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്, അതിൻ്റെ ഉള്ളിൽ ആരുമില്ല, അത് മനുഷ്യരങ്ങോട്ട് പോകാത്ത സ്ഥലമാണ് എന്നൊക്കെയാണ് രാവിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴാണ് അതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കപ്പെടാതെ രക്ഷപ്പെടുത്താൻ കഴിയാതെ മന്ത്രിയുടെ വാക്ക് കേട്ട് എല്ലാ രക്ഷാപ്രവർത്തകന്മാരും പിന്തിരിഞ്ഞു. ആശുപത്രി അധികൃതരും മന്ത്രിയും രാവിലെ പറഞ്ഞത് അത് മനുഷ്യവാസമുള്ള കെട്ടിടമല്ല, മനുഷ്യര് പോകാത്ത കെട്ടിടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തകന്മാരെല്ലാം പിരിഞ്ഞുപോയി. ആ സമയത്തതിന്റെ അകത്ത് ഒരു മനുഷ്യജീവൻ ശ്വാസത്തിന് വേണ്ടി പടയുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. സത്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് മാത്രമാണ് ആ സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇല്ലെങ്കിൽ രക്ഷാപ്രവർത്തകന്മാര് ആ കെട്ടിടത്തിൽ തകർന്ന കെട്ടിടത്തിലെ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ആശുപത്രികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രം നൽകുന്ന പണം കൃത്യമായി ചെലവഴിക്കുന്നില്ല. LDF ഗവൺമെന്റിനെ പോലെ ഇത്രമാത്രം ജനവിരുദ്ധ സർക്കാർ മറ്റൊന്നില്ല. ഈ ജനവിരുദ്ധ സർക്കാരിനെ തുറന്നു കാണിക്കാൻ UDFന് കഴിയുന്നില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. എന്തുറപ്പിലാണ് ആളുകൾ ആശുപത്രിയിലേക്ക് പോവുക? എന്ത് സുരക്ഷയാണ് ആശുപത്രികൾക്കുള്ളത്? ഏത് നിമിഷവും ചോർന്നൊലിക്കുന്ന, ഏത് നിമിഷവും പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്ന, ജീവൻ ഭീഷണിയായി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇത് മാറ്റാനാണല്ലോ സർക്കാർ പണം കൊടുക്കുന്നത്, അത് മാറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രമാത്രം ജനവിരുദ്ധമായ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ നേരിട്ടായിട്ടില്ല. പക്ഷെ നോക്കൂ, നിങ്ങൾ ആ ജനവിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റിനായിട്ടുള്ള വികാരം പ്രയോജനപ്പെടുത്താൻ UDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലമ്പൂരിൽ കണ്ടത്. സത്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന് എതിരായുള്ള ജനവിരുദ്ധ ജനങ്ങളുടെ വികാരത്തെ നാം ഒരു മാനദണ്ഡമാക്കി എടുത്താൽ UDFന്റെ സ്ഥാനാർത്ഥി 10-35,000 വോട്ടിന് ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. ജമാഅത്തെ ഇസ്ലാമിനെ കൂടെ കൂട്ടിയിട്ടും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിക്കാൻ UDFന് സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് സാധാരണ ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി പ്രയോജനപ്പെടുത്തേണ്ടത് മുഖ്യ പ്രതിപക്ഷമാണ്? അതാണല്ലോ എല്ലാ കാലത്തും ജനാധിപത്യത്തിൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ കഴിയാതെ പോകുന്നത്? കഴിയാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾക്ക് മുമ്പിൽ
വിശ്വാസ്യതയുള്ള ഒരു പ്രതിപക്ഷമായിട്ട് മാറാൻ UDF സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവുമുള്ള സാഹചര്യത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്ന പുതിയ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ സൃഷ്ടിക്കാൻ, ഒരു പുതിയ മുദ്രാവാക്യം സ്വീകരിക്കാൻ നാം മുമ്പോട്ട് പോകുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് നാം ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷനായി. ജില്ലാ ഇൻചാർജ് K. അനീഷ്, ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, ബാബു പൂക്കാട്രി, B. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മഞ്ഞളാംകുഴി അലി MLAക്കാണെന്ന് CPM. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി അട്ടിമറിച്ചാണ് അങ്ങാടിപ്പുറത്ത് മിനി മേൽപ്പാലം ഉണ്ടാക്കിയതെന്നും CPM നേതാക്കൾ ആരോപിച്ചു. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് മുൻ MLA V. ശശികുമാറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് മഞ്ഞളാംകുഴി അലി MLA അട്ടിമറിച്ചെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ബൈപ്പാസ് റോഡ് വിഷയത്തിൽ സർക്കാരിൽ സ്വാധീനം ചെലുത്തേണ്ട MLA സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് നിലകൊണ്ടു. ബൈപ്പാസ് റോഡ് വിഷയത്തിൽ LDF സർക്കാരുമായി MLA നീക്കം നടത്തിയിട്ടില്ലെന്നും CPM ഏരിയ കമ്മിറ്റി അംഗവും MLAക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് TK റഷീദ് അലി പറഞ്ഞു. ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഗതാഗതക്കുരുക്കാണ്. ആ ഗതാഗതക്കുരുക്ക് ഉത്തരവാദി ആരാ? ഒരു നല്ല ഈ അങ്ങാടിപ്പുറത്തും പെരുന്തൽമണ്ണയിൽ നിലനിൽക്കുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതി കൊടുത്തപ്പോ, വടംപാലം മാനന്തമംഗലം ബൈപ്പാസ് കൊണ്ടുവന്നപ്പോ അതിന് അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവിടെ സ്വകാര്യ താല്പര്യങ്ങളായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ പോകുന്നത്. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോ പിന്നെ അതിന് കുറ്റം പറയാണ്. ആ പദ്ധതി അത് നടന്നിരുന്നെങ്കിൽ ഇന്ന് പെരുന്തൽമണ്ണക്കും അങ്ങാടിപ്പുറത്തും ഗതികേട് ഉണ്ടാവില്ല. ഇപ്പൊ അവിടെ നടക്കുന്ന ചില പരിഷ്കാര പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമാണോ? അങ്ങാടിപ്പുറത്ത് എന്ത് പരിഷ്കാരം, ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പാലത്തിന് റോഡിൽ എന്ത് പരിഷ്കാരം നടത്തിയാലും ഒരിക്കലും വണ്ടികൾക്ക് സുഖമായി കടന്നു പോകാനും ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പാക്കുന്ന രീതിയിൽ കാര്യം കഴിയും. ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറത്ത് നടന്ന ഒരു ശവപ്പറമ്പാണ്. വ്യാപാരം പൂർണ്ണമായി തകർന്നു. അവിടെ താമസിക്കുന്ന ആളുകൾ സ്വൈരമായി വീട്ടിലേക്ക് ഇറങ്ങാനും പോകാൻ കഴിയാത്ത സ്വൈര ജീവിതം തകർന്നു. ഗതാഗതം അങ്ങേയറ്റം തകർന്നു. അങ്ങാടിപ്പുറം വെറുക്കപ്പെടുന്ന സ്ഥലത്തിന് പേരായി മാറ്റിയത് ആരാ പങ്കുവച്ചിട്ടുള്ളത്? ഇതൊരു വസ്തുതയല്ലേ? ഇവർ ഉന്നയിക്കുന്ന ആരോപണം സ്വയം മുഖത്ത് കണ്ണാടി പിടിച്ചാണ് ചോദിക്കേണ്ടത്. ജനങ്ങളോട് ഇവർ ചോദിക്കുന്ന ചോദ്യം അവരവന്റെ മുഖത്തേക്ക് കണ്ണാടി പിടിച്ച് ചോദിക്കണം. ഒരു അങ്ങേയറ്റത്തെ നെറികേടാണ് ഈ നാട്ടിൽ ജനങ്ങളോട് കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ളത്. ചെറിയ മേൽപ്പാലമാണ് അങ്ങാടിപ്പുറത്തെ നിലവിലെ ഗതാഗതക്കുരുക്കിന് കാരണമെന്നും ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് MLA അട്ടിമറിച്ചതാണെന്നും CPM ഏരിയ കമ്മിറ്റി അംഗം A. ഹരി ആരോപിച്ചു. 1 ലക്ഷം വകയിരുത്തിയിട്ടുള്ള ഒരു ബൈപ്പാസ് അത് പൊളിച്ചാണ്, അത് തകിടം മറിച്ചാണ് ഈ നൂൽപ്പാലം ഉണ്ടാക്കിയത്, മേൽപ്പാലം ഉണ്ടാക്കിയത്. അതാണല്ലോ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന്റെ അടിസ്ഥാന കാരണം. ഇപ്പൊ 2 ദിവസം മുമ്പ് അയാൾ പ്രതികരിച്ചത് എന്താ? പാലത്തുമ്മ കുരുക്കില്ല, പാലത്തുമ്മ കുരുക്കില്ല. എങ്ങനെയൊക്കെയാണ് കുരുക്ക്? പരിയാരം റോഡിൽ നിന്ന് വണ്ടികൾ വരുന്നു, ക്ഷേത്രത്തിൽ നിന്ന് വണ്ടികൾ വരുന്നു, വളാഞ്ചേരി റോഡിൽ നിന്ന് U-ടേൺ അടിക്കുന്നു. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് അങ്ങാടിപ്പുറത്ത് കുരുക്ക് ഉണ്ടാവുന്നത്. അല്ല മേൽപ്പാലത്തുമ്പോ മാത്രം വണ്ടി മോടുന്ന് പിന്നെ വിമാനത്തിൽ വന്നിറങ്ങല്ലോ. ഈ അങ്ങാടിപ്പുറം ജംഗ്ഷനിലും പരിയാരം റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ഏറാന്തോട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഒക്കെ കൂടി വരുമ്പോഴാണ് അങ്ങാടിപ്പുറത്ത് ആകെ ബ്ലോക്കായി മാറുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങാടിപ്പുറം ടച്ച് ചെയ്യാതെ, പെരിന്തൽമണ്ണ ടൗൺ ടച്ച് ചെയ്യാതെ പൊന്നാംകുറിശ്ശിയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ബൈപ്പാസ് പ്രപ്പോസൽ വന്നത്. അത് വന്നാൽ തന്നെ അത് പരിഹാരമാവുള്ളൂ. ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കട്ടവിരിക്കുന്ന പ്രവൃത്തികൾ മൂലം ജനങ്ങൾ യാത്രാ ദുരിതത്തിലാണെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ KT നാരായണൻ പറഞ്ഞു. ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇപ്പോ ഈ മേൽപ്പാലത്തിന്റെ കട്ട വിരിക്കണ കാര്യം എത്ര PWDന്റെ NH വിഭാഗത്തിൽ നിങ്ങളൊരു ഫോൺ ചെയ്ത് നോക്കുക, എത്ര മാസമായത് പാസ്സായിട്ട്. പെരിന്തൽമണ്ണയിലെ MLA ഒന്ന് ഇടപെട്ട് ഈ ജൂൺ മാസത്തില് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന അതിനപ്പുറത്തുള്ള ആളുകൾ ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അനുഭവിച്ച ദുരിതത്ര, ആ ദുരിതത്തിന് വേനൽക്കാലത്തിന് പരിഹാരം കാണായിരുന്നല്ലോ. അതിനല്ലേ MLA. ഇപ്പൊ പൈസ പാസ്സാവാത്തതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പ്രതിനിധികൾ ചോദിച്ചു. ഇപ്പൊ ഈ മണ്ഡലത്തിലൂടെ പോകുന്ന ഈ കട്ട വിരിക്കുന്നത് വളരെ ചെറിയ വർക്കാണ്. ആ വർക്ക് ഒന്ന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഒന്ന് വിളിച്ചു കൂട്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ അല്ലെങ്കിൽ കളക്ടർക്ക് പോവല്ലോ, അല്ലെങ്കിൽ അതിന് ചെയ്യണതിന് വിരോധം. CPM LC സെക്രട്ടറി C. സജി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ദിലീപ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
അങ്ങാടിപ്പുറം പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുവെക്കാൻ മുസ്ലിം ലീഗ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് CPM നേതാക്കൾ. ഒന്നിലധികം പ്രസിഡന്റുമാരാണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നതെന്നും കൃത്യസമയത്ത് പദ്ധതി സമർപ്പിക്കാതെ കോടിക്കണക്കിന് രൂപയാണ് ഭരണസമിതി നഷ്ടപ്പെടുത്തിയതെന്നും CPM ഏരിയ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുപിടിക്കാൻ കുപ്രചരണങ്ങളുമായി UDF രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ഒന്നിലധികം പ്രസിഡന്റുമാരാണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. വനിതാ പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കഴിവുകേടിനെ മറച്ചുവെക്കാൻ മുസ്ലിം ലീഗ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും CPM മങ്കട ഏരിയ കമ്മിറ്റി അംഗവും മുൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് TK റഷീദ് അലി പറഞ്ഞു. ഒരു നാട്ടിലെ കളരിയായിട്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട്. അവിടെ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആൾക്ക് അറിയില്ല. ചിലപ്പോൾ ഒന്നിലേറെ പ്രസിഡന്റ് നമുക്ക് ഫീൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, കാരണം ഒരു വിഷയത്തിൽ ചോദിച്ചാൽ പല ആളും പല രീതിയിലാണ് ആ നിരക്കാണ് ഇടപെടുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പാണ്. ഒരു വനിതയുടെ കുറച്ച് കാണില്ല. അവർക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു സൂപ്പർ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അത് കാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ കാര്യം ആക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ മാത്രമല്ല, ഇവർക്ക് ഈ പറയപ്പെടുന്ന വ്യക്തികൾ സൂപ്പർ പ്രസിഡന്റുമാരായിട്ട് പല ആളുകളും നാട്ടിൽ പലപ്പോഴും ഇല്ല. അവര് പലപ്പോഴും വിദേശത്താണ്. അവര് വിദേശത്ത് പോയി ബിസിനസ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ, അവരെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇത് നമ്മൾ കേവലം ആരോപണങ്ങളല്ല, അവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യം അലങ്കാരമായി കാണുന്ന ആളുകളാണ്. അവര് നിരക്കടത്തെ പ്രചരിപ്പിക്കുക. ഞങ്ങൾ അത്ര വിശദാംശം പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. അപ്പൊ അവരുടെ കഴിവുകളും പോരായ്മയും മറച്ചു വെക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഈ അടുത്ത ദിവസങ്ങളായിട്ട് UDFന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വമുള്ള മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ ആരംഭിച്ചു. കൃത്യസമയത്ത് പദ്ധതി സമർപ്പിക്കാത്തതിനാൽ കോടിക്കണക്കിന് രൂപയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയത്. സർക്കാരിന്റെ പൊതുപദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ പോലും പഞ്ചായത്ത് പിറകിലാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് പഞ്ചായത്ത് നഷ്ടമായിട്ടുള്ളത്. സമയാസമയങ്ങളിൽ കൃത്യമായി പദ്ധതിയും കാര്യം സമർപ്പിക്കാനും പദ്ധതികളുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് സാങ്കേതിക നടപടി പൂർത്തിയാക്കി ടെൻഡർ യാത്രയും കാര്യങ്ങളും കഴിയാത്തതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരുന്ന കണക്കുകൾ പഞ്ചായത്തിന്റെ രേഖ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. അതൊരു വസ്തുത. മാത്രമല്ല, ഒരു മുനിസിപ്പാലിറ്റി തുല്യ ജനസംഖ്യയുള്ള വലിയ പഞ്ചായത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത്. ആ പഞ്ചായത്തിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണ്. അതൊന്നും അറ്റകുറ്റപ്പണി സമയത്ത് നടത്താത്തതിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെട്ട അവസ്ഥ നമുക്ക് മുമ്പിലുണ്ട്. ശരിക്കും ഒരു അനുഭവമുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി യോഗം നടക്കുന്ന സമയത്ത് വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ ഇറങ്ങിപ്പോയ അവസ്ഥ ഉണ്ട്. കാരണം അവരെ വാർഡിന് പരിഗണിക്കുന്നില്ലാണ്. വസ്തു എന്താണ്? സമയത്ത് TS കാര്യം വാങ്ങി ടെൻഡർ ചെയ്യുന്നില്ല. അതൊക്കെ ഒരു കാര്യം. മറ്റു പഞ്ചായത്തിന്റെ നമ്മുടെ സർക്കാരിന്റെ പൊതുപദ്ധതികൾ കിട്ടുന്ന സമീപനമുണ്ട്. സർക്കാരിന്റെ വിവിധ പൊതുപദ്ധതികളുണ്ട്. സ്റ്റേറ്റിനെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള അങ്ങാടിപ്പുറത്ത് ഒരുപാട് പദ്ധതികൾ. ഈ പദ്ധതികളുടെ നടത്തിപ്പിന്റെ പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആവറേജിന് എത്രയോ ബിലോ ആണ്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തുള്ള ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്തിന്റെ പട്ടികയിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് നടക്കുന്നത്. ഒരു കാലത്ത് ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പഞ്ചായത്തുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇന്നത്തെ ദുരവസ്ഥ അതാണ്. ഭരണസമിതി അംഗങ്ങൾ അധികാരവും കോൺട്രാക്ടർ ഭരണവും സമ്മർദ്ദവും ചെലുത്തുന്നത് കാരണം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്ന സ്ഥിതിയാണെന്നും നേതാക്കൾ പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല? ഉദ്യോഗസ്ഥന്മാരെ ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ വരുന്നു പോകുന്നു. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൂട്ടുവായിക്കേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല, അവിടെ ഉള്ള ചില ആളുകൾ ഈ കോൺട്രാക്ട് രാജിന്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർക്കാണ് ജോലി ചെയ്യാൻ കഴിയില്ല. ഇവർ പറഞ്ഞ കാര്യം പറഞ്ഞ രീതി ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും. സർക്കാർ ജീവനക്കാരാണ്, അവരെ ഭാവിയും കാര്യവും നോക്കും. സ്വാഭാവികമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ മാറി പോകാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വെല്ലുവിളിച്ച് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ അങ്ങാടിപ്പുറത്തെ ഇടതുപക്ഷ നേതാക്കന്മാരോ CPI നേതാക്കന്മാരോ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ തെളിയിക്കട്ടെ. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A. ഹരി, KT നാരായണൻ, LC സെക്രട്ടറി C. സജി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ദിലീപ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കാരാകൃഷി അരപ്പാറയിൽ തെരുവ് നായ ആക്രമണം. അതിഥി തൊഴിലാളികൾ അടക്കം 5 പേർക്ക് പരിക്കേറ്റു. അരപ്പാറ സ്വദേശികളായ സ്വാമിനാഥൻ, ബൈജു, ഓട്ടുപാറ സ്വദേശി അമൽ, അതിഥി തൊഴിലാളികളായ കൽക്കത്ത സ്വദേശി രൂപേൽ, ആസാം സ്വദേശി ഷാജുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. ബൈജു കടയിലേക്ക് ഇറങ്ങുന്നതിനിടെ റോഡിൽ വെച്ചും കൃഷി ആവശ്യത്തിനിടെ പാടത്തേക്ക് പോവുകയായിരുന്ന സ്വാമിനാഥനെ വഴിയിൽ വെച്ചുമാണ് നായ ആക്രമിച്ചത്. കാലിൽ കടിയേറ്റ് നിലത്ത് വീണ ബൈജു ഏറെ പരിശ്രമത്തിനൊടുവിലാണ് നായയെ ആട്ടി അകറ്റിയത്. കടയിലേക്ക് പോകുകയായിരുന്നു. സമയത്ത്
പട്ടി നടന്നു വരുന്ന കണ്ടു. പെട്ടെന്ന് തന്നെ പുറകിൽ വന്ന് കടിക്കുക. ഞാൻ വീണിട്ട് തട്ടി മാറ്റി അങ്ങനെ ഏറ്റ് നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു പട്ടിയുണ്ട്. ഒരു സാധാരണ അവിടെ താമസിക്കുന്ന പട്ടിയാണ്. അതിനെ പോയി കടിക്കുകയും ചെയ്തു. പുള്ളിയെ കടിച്ചു കഴിഞ്ഞിട്ട് ആണ് എന്നെ കടിക്കാൻ പറ്റുന്നത്, കുറച്ച് ദൂരേന്ന്. ബൈജുവിനെ ആക്രമിച്ച ശേഷം എത്തിയ നായ സ്വാമിനാഥന്റെ കാലും കടിച്ചു പറിച്ചു. ഇറങ്ങി പോവായിരുന്നു. അപ്പോൾ റോഡിന് നേരെ നായ കണ്ടപ്പോൾ സാധാരണ നായകളാണ് അടുത്ത് വന്നതോടുകൂടെ തിരിഞ്ഞൊരൊറ്റ വരവ് അതിൽ പ്രശ്നം. അതിൽ കടിക്കുന്നു. കടി വലിച്ചവര് പട്ടി. അതിഥി തൊഴിലാളികളായ ഷാജുദ്ദീനെയും രൂപേലിനെയും നിർമ്മാണ പ്രവർത്തനത്തിനിടെ പിന്നിൽ നിന്ന് കാലിൽ കടിക്കുകയായിരുന്നു. പരിക്കേറ്റ 5 പേരെ കാരാകുർശി ആശുപത്രിയിലും തുടർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം മൂലം പൊറുതിമുട്ടിയതായി നാട്ടുകാർ പറയുന്നു. ഇഷ്ടംപോലെ നായകളുണ്ട്. അതുങ്ങളെ കൊണ്ട് ഗതി കെട്ടിരിക്കുകയാണ്. അതുങ്ങൾ പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്തൊന്ന് നശിപ്പിക്കുക എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു ആലുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് കണ്ണുകൾ വന്ന് ഓടുന്നത്. അതുങ്ങളെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മുടെ അപേക്ഷ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പുറകെ വന്ന് കടിക്കുക. ഇത് പല പ്രാവശ്യമായി അവിടെ ഇങ്ങനെ ശല്യം തുടങ്ങിയിട്ട്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. ഒറ്റപ്പാലത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. ജോലിക്ക് പോകുകയായിരുന്ന പാലപ്പുറം സ്വദേശിയെ തെരുവുനായ ആക്രമിച്ചു. 2 കാലുകളിലും നായയുടെ കടിയേറ്റു. വ്യാഴാഴ്ച രാവിലെ 8:15ഓടെയാണ് സംഭവമുണ്ടായത്. പാലാട്ട് റോഡിലെ ഫ്ളാറ്റിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന പാലപ്പുറം ലക്ഷ്മി നിവാസിൽ 65-കാരനായ വിജയനെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഒറ്റപ്പാലത്ത് ബസ്സിറങ്ങി AKG മന്ദിരം റോഡിലൂടെ നടന്ന് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് തെരുവുനായ ആക്രമിച്ചത്. 2 കാലുകളിലും വിജയന് കടിയേറ്റു. വരുന്ന സമയത്ത് ക്രൗൺ പ്ലാസിൽ ഡ്യൂട്ടിയായിരുന്നു, സെക്യൂരിറ്റി എൻ്റെ പണി. അപ്പോൾ വരുന്ന സമയത്താണ് ഇപ്പോൾ തരാവഴിക്ക് വെച്ചിട്ടാണ് നായകളെ കടി കൂടുന്നുണ്ട്. കടി കൂടുന്നുണ്ടപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് വീട് വന്നു. അതിൻ്റെ പിന്നാലെ നായ ഈ ഭാഗത്തേക്ക് വന്നു. ആ നായകളെ കടിച്ചിട്ട് ഈ നായനെ കടിച്ചു. ആ നായയോട് എന്നെ കടിച്ചത് മുറിയായി. കാലിന് പരിക്കേറ്റ വിജയൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡ് വിഷയത്തിൽ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച CPI-ക്കെതിരെ മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത്. പൊതുമരാമത്ത് വകുപ്പിനെ നോക്കുകുത്തിയാക്കി വെള്ളാനയായ കിഫ്ബിയെ നിയോഗിച്ചതാണ് പദ്ധതികൾ വൈകാൻ കാരണമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കി കിഫ്ബി എന്ന തീവട്ടിക്കുള്ള കമ്പനിയെ നിയോഗിച്ചതാണ് വികസനം വൈകിപ്പിക്കുന്നത്. 15 വർഷത്തിനിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ N. ഷംസുദ്ദീൻ MLA-യെ ഒരു പദ്ധതി വൈകിയതിന്റെ പേരിൽ അധിക്ഷേപിക്കരുത്. ഇടത് MLA-മാരുടെ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ വൈകുന്നുണ്ട്. ആരോപണം ഉന്നയിച്ച നേതാവിന്റെ നാടായ കാഞ്ഞിരപ്പള്ളിയിൽ റോഡ് എത്ര വർഷമെടുത്താണ് പൂർത്തിയാക്കിയത്? MLA-യെ വിമർശിക്കുന്നതിൽ എതിർപ്പില്ല, പക്ഷേ വിമർശനം വസ്തുതാപരമാവണം. ലീഗ് ഒരിക്കലും പത്രസമ്മേളനത്തിനു വേണ്ടി പത്രസമ്മേളനവും സമരത്തിനു വേണ്ടി സമരവും നടത്താറില്ല. ഇടതുമുന്നണിയിൽ ദിവസക്കൂലിക്കാരെ പോലെ കഴിയുന്ന CPI വസ്തുതകൾ നട്ടെല്ല് നിവർത്തി മുന്നണി യോഗത്തിൽ പറയണമെന്നും നേതാക്കൾ പറഞ്ഞു. ഏത് വിഷയവും ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കണോ വേണ്ടേ എന്ന പാർട്ടിയുടെ ചർച്ചയുടെ ഭാഗമായിട്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. CPI ആണ് പത്രസമ്മേളനം നടത്തിയത്. ഇവിടെ CPI-യിലെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹോദരിയുടെ മരണമുണ്ടായി. ഞങ്ങൾ നേരിട്ട് മത്സരിക്കുന്നതാണ്. പ്രിയപ്പെട്ട AP ഹംസ സാഹിബ് മുതൽ പ്രിയപ്പെട്ട കളത്തിലും കല്ലടിയും എല്ലാം മത്സരിച്ചത് CPI-യുടെ സ്ഥാനാർത്ഥികളോടാണ്. ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് മത്സരിക്കുന്ന എതിർകക്ഷിയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഞങ്ങളുടെ പോഷക സംഘടനയുടെ ഭാഗത്തു നിന്ന്, ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ യുവജന സംഘടനയുടെ ഭാഗത്തു നിന്ന് ആ വിഷയത്തിൽ എന്തെങ്കിലും ആലോചനയില്ലാതെ, വീണ്ടും വിചാരമില്ലാതൊരു പ്രതിഷേധമോ വാക്കോ ആർക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗ് പത്രസമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം നടത്തില്ല, സമരത്തിന് വേണ്ടി സമരം നടത്തില്ല. കൃത്യമായ രാഷ്ട്രീയ സംസ്കാരത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രതികരിക്കാറുള്ളത്. അത്തരം വിഷയത്തെ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങളതിൻ്റെ സത്യസന്ധത നോക്കിക്കൊണ്ട് മാത്രമാണ് വിഷയങ്ങൾ ഇടപെടുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീനെ കുറിച്ച് വിമർശനം നടത്തിയ CPI-യുടെ നേതാവ്, അദ്ദേഹം ഞങ്ങളോട് മാത്രമല്ല മുന്നണിയോടും ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണോ അതിൻ്റെ ഭാരവാഹിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അറിയാത്തത്, പിണറായിയുടെ പോലീസിനും അറിയില്ല. മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ, ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, ട്രഷറർ K. ആലിപ്പുഹാജി, മണ്ഡലം സെക്രട്ടറിമാരായ ഹുസൈൻ കളത്തിൽ, KT അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഒറ്റപ്പാലം ലക്കിടിയിൽ യുവാവ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് കുത്തേൽക്കുകയും ചെയ്ത കേസിൽ 7 പേരെ കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇവരെ വെറുതെ വിട്ടത്. പാലക്കാട് മുണ്ടൂർ വേലിക്കാട് പുലാപ്പറ്റ വീട്ടിൽ 28-കാരനായ സിയാർ കൊല്ലപ്പെടുകയും വടക്കാഞ്ചേരി സ്വദേശി ഷമീറിനെ കുത്തേൽക്കുകയും ചെയ്ത കേസിലാണ് വിധി. തെളിവുകളുടെ അഭാവത്തിലാണ് 7 പേരെയും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയത്. ലക്കിടി സ്വദേശി ഷാഹുൽ ഹമീദ്, പാലക്കാട് സ്വദേശി അബ്ബാസ്, വടക്കഞ്ചേരി സ്വദേശികളായ നൌഷാദ്, മൻസൂർ, അരുൺരാജ്, മുഹമ്മദ് അഷ്റഫ്, നൌഫൽ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 2016 ഫെബ്രുവരി 15-ന് പഴയ ലക്കിടിയിലെ പള്ളിയാലിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷമീറിനെ ആക്രമിക്കാനെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളായിരുന്നു മരിച്ച സിയാറെന്നും ആക്രമണത്തിനിടെ അബദ്ധത്തിൽ വയറിന് കുത്തേറ്റ് മരിച്ചതിനുമായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും വധശ്രമത്തിനുമാണ് കേസെടുത്തിരുന്നത്. പ്രതിഭാഗത്തിനായി അഭിഭാഷകരായ ജോസഫ് ആന്റണി, കെ അരുൺ, ഷാഹുൽ ഹമീദ്, KR പ്രദീപ്, അഞ്ജലി ജോസഫ്, ശ്രേയ എന്നിവർ ഹാജരായി. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. രാഷ്ട്രീയമായി പകപോക്കാൻ റോഡരികിൽ നിൽക്കുകയായിരുന്ന CPM പ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 4 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. ലീഗ് പ്രവർത്തകനായ നാട്ടുകൽ തള്ളച്ചിറ പള്ളിത്താഴത്ത് പുതിയ മാളിയേക്കൽ വീട്ടിൽ ഷിഹാബുദ്ദീനാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2016 സംഭവം. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തള്ളച്ചിറ റോഡ് സൈഡിൽ നിന്നിരുന്ന CPM പ്രവർത്തകൻ മലയൻ കണ്ടത്തിൽ നിഖിലിനെ പ്രതിയായ ഷിഹാബുദ്ദീൻ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. സമാന സംഭവത്തിൽ മുൻപ് പോലീസിൽ ഷിഹാബുദ്ദീനെതിരെ നിഖിൽ പരാതി നൽകിയതിലെ വിരോധമാണ് സംഭവത്തിന് പിന്നിൽ. പ്രതിയുടെ മാതാവ് ഈ കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. നാട്ടുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സബ് ഇൻസ്പെക്ടർ VS മുരളീധരനാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. അഡീഷണൽ സെഷൻ ജഡ്ജി ജോമോൻ ജോണാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി P. ജയൻ ഹാജരായി. അയൽവാസി വഴിയടച്ചതോടെ ദളിത് വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിച്ച് കുടുംബങ്ങൾ. പാണ്ടിക്കാട് കൊടശ്ശേരിപ്പാറയിലെ അങ്ങാടിയിൽ ചക്കിയുടെ മൃതദേഹമാണ് കുടുംബാംഗങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ചത്. വീട്ടിലേക്കുള്ള വഴി അയൽവാസി അടച്ചെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം. തുടർന്ന് തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് സ്ഥലം റീസർവേ നടത്തി നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് കുടുംബം മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. ബുധനാഴ്ച രാത്രി 8-നാണ് ചക്കി മരണപ്പെട്ടത്. ചക്കിയെ കൂടാതെ മകൻ ബാലൻ, മരുമകൾ രജിത, ഇവരുടെ 3 മക്കൾ, ചക്കിയുടെ മകൾ ലക്ഷ്മി എന്നിവരാണ് കൊടശ്ശേരി പാറയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. 50 വർഷമായി ഇവരുടെ വീട്ടിലേക്ക് വഴിയുണ്ട്. 1 വർഷം മുൻപ് വരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും എത്തുമായിരുന്നു. എന്നാൽ സെപ്റ്റിക് ടാങ്കിനായി അയൽവാസി കുഴി നിർമ്മിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്ന 2 മീറ്റർ വഴി മുടങ്ങി. ഇതോടെ നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയായി. 7 മാസമായി തീർത്തും കിടപ്പിലായിരുന്നു ചക്കി. വഴിയില്ലാത്തതിനാൽ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ലെന്നും ചികിത്സ കിട്ടാത്തതാണ് തൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമെന്നും മകൻ സുകുമാരൻ പറഞ്ഞു. 24 ഓഗസ്റ്റ് 22-ാം തീയതിയാണ് അവർ പണിയെടുത്ത്. നേരം പോയി പണിയെടുത്തു, കംപ്ലൈൻറ്റ് കൊടുത്തു, വില്ലേജ് കംപ്ലൈൻറ്റ് കൊടുത്തു. അവർ വന്ന് അളന്നു. എന്താ പ്രശ്നം? അളന്നു നോക്കുമ്പോൾ 14 സെന്റ് ഉണ്ട്. ഇവർക്ക് 15 സെന്റ് ഉള്ളൂ. ഈ 14 സെന്റ് എവിടെ കിട്ടിയത്? 3 സെന്റ് എവിടെ കിട്ടി? ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ ചോദിച്ചുക്കണോ? ഇതെവിടെ കിട്ടി? ഇത്ര 1 വർഷം ഇതിനെ ബ്ലോക്കായി കിടക്കണേ. ഇന്നലെ എൻ്റെ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. വൈകില്ല. എൻ്റെ കയ്യിന്നാണ് മരിച്ചത്. എൻ്റെ കയ്യിന്നാണ് മരിച്ചത്. ഇതൊക്കെ കേരളം തന്നെ അല്ലേ? ഇത് കേരളത്തിൽ നടക്കണതന്നെ അല്ലേ? ഇത് എൻ്റെ കയ്യിന്നാണ് അമ്മ മരിച്ചത്. വൈകില്ലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡോക്ടറെ സേവനം നേടാൻ വേണ്ടിയാണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വൈകില്ല. ഇതിൻ്റെ വൈകുന്ന എൻ്റെ അമ്മ മരിച്ചത് കയ്യിന്ന്. ഇത് അധികാരികൾ കാണില്ലേ? ഇവിടെ ജനങ്ങൾ കാണില്ലേ? ഈ SC കുടുംബം നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് പണവും കായും ഒന്നുമില്ല വിചാരിച്ചാൽ ഞങ്ങളെ മേലേക്ക് കയറല വയ്യ. ഞങ്ങൾ ഇത്ര കാലം 1 വർഷമായി ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏതെല്ലാം ഓഫീസിൽ കയറി, വില്ലേജ്, പഞ്ചായത്ത്, തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ, കലക്ടറേറ്റ്, തഹസിൽദാർ, ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ആ ഭാഗം ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ആ ഭാഗം വിട്ട് ഞങ്ങളെ മേലത്തേക്ക് പീഡനമായിട്ടാണ് വരുന്നത്. അത് എന്താണ് സ്ഥിതി? ഞങ്ങൾ ആരോടെ പറയണ്ടേ? ഉദ്യോഗസ്ഥന്മാരെ സർക്കാരോടല്ല, അമിനാരോടാണ് ഞങ്ങൾ പറയണ്ടേ? അയൽവാസിക്ക് മുൻപ് 11 സെന്റ് ഭൂമിയാണ് ഉണ്ടായിരുന്നത്. ഭാഗം വയ്ക്കുന്നതിനായി അളന്നു തിട്ടപ്പെടുത്തിയപ്പോൾ ഇത് 14 സെന്റായി വർദ്ധിച്ചു. ഇങ്ങനെയാണ് ദളിത് കുടുംബത്തിലേക്കുള്ള വഴി തടസ്സപ്പെട്ടത്.
കുടുംബം വഴി തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ചക്കി മരണപ്പെട്ടത്. മൃതദേഹം സംസ്കാരത്തിനായി വിട്ടുകൊടുക്കാതെ കുടുംബങ്ങൾ പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. കോടതി കേസായതിനാൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ അധികൃതർക്കും സാധിക്കില്ലെന്നും മരണപ്പെട്ട ചക്കിയുടെ കുടുംബം മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളിവിടെ വന്നതാണ്. ഈ വിഷയം രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു വൈകാരികമായ പ്രശ്നമാണ്. ആ വിഷയത്തിൻ്റെ ആധികാരികമായ ഉത്തരം പറയേണ്ട അധികാരികൾ ഞങ്ങളല്ല. പക്ഷേ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ മെറിറ്റ് പരിശോധിച്ച് അതിന് ന്യായമായ നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അപരിഷ്കൃതമായ ഒരു സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾക്കിത് ബോധ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ റിക്കാർഡോ മറ്റ് നടപടികളോ ഒക്കെ അത് ചെയ്യേണ്ട അധികാരികൾ ചെയ്യട്ടെ. പക്ഷേ സാമാന്യ മര്യാദ എന്നൊരു വാചകത്തിന് പ്രസക്തിയുണ്ട്. ഈ വിഷയത്തിനകത്ത് ഒരമ്മ വയസ്സായ ദളിത് കുടുംബത്തിലെ സ്ത്രീക്ക് ചികിത്സയ്ക്ക് സൗകര്യങ്ങളില്ലാതെ അവർ മരണപ്പെടുകയാണ്. മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ കാലഘട്ടത്തിൽ അത് വലിയൊരു അപമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ മേഖലകളും പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഇടപെടലും ഉണ്ടാവും. ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും കൂടെ അടിയുറച്ച് നിന്നുകൊണ്ട് അർഹതപ്പെട്ട നീതി ലഭ്യമാക്കുന്നതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിവിടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതിയും ഇവിടെ എത്തിയിട്ടുള്ളത്. അതേസമയം 3 സെന്റ് സ്ഥലം വാക്കാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും മറ്റുള്ള കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയെ നടക്കട്ടെയെന്നും അയൽവാസി കുടുംബം പറഞ്ഞു. ഉച്ചയോടെ ഏറനാട് താലൂക്ക് തഹസിൽദാർ എം മുകുന്ദൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ സ്ഥലം റീസർവേ നടത്തിയ നടപടി സ്വീകരിക്കാം എന്ന ഉറപ്പിലാണ് കുടുംബം മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകാൻ സമ്മതിച്ചത്. വൈകിട്ട് 5-ന് ആർപ്പിനിക്കുന്ന് കുടുംബ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയായ 38-കാരിയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ രോഗബാധ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃക്കടേരി കീഴൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കീഴൂർ കല്ലുവെട്ടുകുഴിയിൽ സുർജിത്തിന്റെ ഭാര്യ 22 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് സ്നേഹയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കോതകുറിശ്ശിയിലെ സ്വകാര്യ ക്ലിനിക്കിലെ നഴ്സാണ് മരിച്ച സ്നേഹ. വ്യാഴാഴ്ച രാവിലെയാണ് സ്നേഹയെ ഭർതൃവീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രി 10:30യോടെയാണ് സ്നേഹ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതെന്നും പറയുന്നു. 2 വർഷം മുമ്പാണ് സ്നേഹയുടെ വിവാഹം കഴിഞ്ഞത്. രാവിലെ സ്നേഹയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് സുർജിത്ത് ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ചെർപ്പശ്ശേരി SHO ബിനു തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പാലക്കാട് നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വൈകിട്ട് 4 മണിയോടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷൊർണൂരിൽ വയോധികയെ വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുളപ്പുള്ളി പരിയാരം പച്ചപ്പടി തെക്കേക്കരമേൽ 70-കാരിയായ ശാന്തയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 4:30യോടെയാണ് മൃതദേഹം കിണറിനുള്ളിൽ കാണപ്പെട്ടത്. വീടിന് സമീപത്തുള്ള തറവാട് വീടിന് മുന്നിലെ കിണറിലാണ് ശാന്തയുടെ മൃതദേഹം കണ്ടത്. വ്യാഴാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ മകനാണ് കിണറിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് മൃതദേഹം കിണറിൽ നിന്നും കരയിലേക്ക് കയറ്റിയത്. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്കൂളിൽ സൂംബ പരിശീലനത്തിനെതിരെ വിമർശനം ഉന്നയിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എടത്തനാട്ടുകര
TM-UP സ്കൂൾ അധ്യാപകൻ TM അഷ്റഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ബുധനാഴ്ച വിദ്യാലയത്തിൽ മാനേജ്മെന്റ് യോഗം ചേർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് പിടിമുറുക്കിയതോടെയാണ് നടപടി സ്വീകരിച്ചത്. സൂംബ പരിശീലനത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയർത്തിയതാണ് നടപടിക്ക് കാരണം. എടത്തനാട്ടുകര എത്തിങ്ങാനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന TM-UP സ്കൂളിലെ അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ ചൊവ്വാഴ്ച വൈകിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയത്. 12 മണിക്കൂറിനുള്ളിൽ യോഗം ചേർന്നെടുത്ത നടപടി രേഖാമൂലം മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് ബുധനാഴ്ച ഉച്ചയോടെ എത്തിങ്ങാന ഭരണസമിതി യോഗം ചേർന്നു. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിനെക്കുറിച്ച് 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടതായും അതിനുശേഷമാകും തുടർ നടപടിയെന്നും മാനേജ്മെന്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കറിനെ അറിയിച്ചു. എന്നാൽ നടപടി വൈകരുതെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർബന്ധത്തെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന് മാത്രമായി അനുകൂല നടപടികൾ സ്വീകരിക്കുന്നയാളാണ് നിലവിലെ സെക്രട്ടറി എന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ഒറ്റപ്പാലം നഗരസഭയിലെ സെക്രട്ടറിയെ തലസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യവുമായാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി രംഗത്ത് വന്നത്. CPM-ന് അനുകൂലമായ സാഹചര്യങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും സെക്രട്ടറി നടപ്പിലാക്കിയതെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ സെക്രട്ടറി പങ്കെടുക്കാത്തത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ഇത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണെന്നും നേതാക്കൾ പറഞ്ഞു. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നിരുത്തരവാദിത്തപരമായ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. കൂടാതെ ഒരു വിഭാഗം കൗൺസിലർമാരുടെ പരാതികൾ മാത്രം പരിഹാരം കാണുകയും മറ്റ് കൗൺസിലർമാരുടെ പരാതി അവഗണിക്കുകയും ചെയ്യുന്നതായി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് ഒറ്റപ്പാലം നഗരസഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രദീപ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് മാറ്റണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ രംഗത്തും തികഞ്ഞ പക്ഷപാതിത്വപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തി വരുന്നത്. ജനാധിപത്യ പ്രക്രിയകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭരണസമിതിക്കൊപ്പം തികഞ്ഞ പരാജയപ്പെട്ട ഈ നഗരസഭാ സെക്രട്ടറിയെ മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ നുസ്രത്ത്, ആമിന സമീർ തുടങ്ങിയവരും പങ്കെടുത്തു. തച്ചനാട്ടുകരയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ നിയമോപദേശം തേടി പോലീസ്. അധ്യാപകർക്കെതിരായി കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് DDPയോട് നിയമോപദേശം തേടിയതെന്ന് മണ്ണാർക്കാട് DYSP M സന്തോഷ് കുമാർ അറിയിച്ചു. കേസിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുട്ടി എഴുതിയ കുറിപ്പിലും രക്ഷിതാക്കളുടെ പരാതിയിലും സൂചിപ്പിക്കപ്പെട്ട ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 5 അധ്യാപകരെ മാനേജ്മെന്റ് നേരത്തെ ഡിസ്മിസ് ചെയ്തിരുന്നു. കുറിപ്പിന്റെ ഫോറൻസിക് പരിശോധനയും നടത്തിയിരുന്നു. അതേസമയം കേസിന്റെ അന്വേഷണ ചുമതലയുള്ള നാട്ടുകൽ SHO A ഹബീബുള്ളയ്ക്ക് സ്വാഭാവിക നടപടിക്രമപ്രകാരം ജില്ലാ സൈബർ വിങ്ങിലേക്ക് സ്ഥലമാറ്റവുമായിട്ടുണ്ട്. തുടർന്നു വരുന്ന SHOയ്ക്ക് ആയിരിക്കും അന്വേഷണ ചുമതല. അന്വേഷണത്തിൽ അനാസ്ഥ ആരോപിച്ച് KSU ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം നാട്ടുകൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അധ്യാപകർക്കെതിരായി കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ DDPയോട് പോലീസ് നിയമോപദേശം തേടിയതെന്നാണ് വിവരം. സർക്കാർ നയങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സ്തംഭിപ്പിക്കുകയാണെന്നാരോപിച്ച് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു സഭ സംഘടിപ്പിച്ചത്. മെമ്പർമാരുടെ പ്രതിഷേധം മുന്നൊരുക്കം നടത്തിയിടാതെ നടപ്പിലാക്കിയ കേസ് മാട്ടിൽ
തദ്ദേശ ഭരണം കുരുങ്ങുന്നു. കെ സ്മാർട്ട് പ്രതിസന്ധി, PMAY ഭവന പദ്ധതി അട്ടിമറി, ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധ സഭ നടത്തിയത്. പട്ടാമ്പി നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സഭ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് CS അജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഗവൺമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ക്രിയാത്മകമായ ഒരു ഇടപെടൽ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് തലങ്ങളിൽ നഗരസഭകൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അതിന്റെ ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ നഗരസഭയിൽ പോലും സെക്രട്ടറി റിട്ടയർമെന്റ് ആയിട്ട് പോയിട്ട് മാസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. പകരം ചാർജ് കൊടുത്തിരുന്ന സൂപ്രണ്ട് റിട്ടയർ ആയിരിക്കുന്നു, മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തൊട്ടുക്കുമുള്ള പഞ്ചായത്തുകളിലെ നഗരസഭകളിലെ ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ്. CA റാസി അധ്യക്ഷനായി. KR നാരായണസ്വാമി, TP ഉസ്മാൻ, അനസ് കൊടലൂർ, മുനീറാവ് നൈസ്, സേതുലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, ലബീബ യൂസഫ്, ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ 61ാമത് ചരമവാർഷിക ദിനം വിപുലമായി ആചരിക്കാൻ ഒരുങ്ങി ചെർപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ജൂലൈ 26-ന് സംഘടിപ്പിക്കുന്ന പരിപാടി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാനമായ ഇടപെടൽ നടത്തിയ നേതാവാണ് ചെർപ്പളശ്ശേരി സ്വദേശി കൂടിയായ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി. സ്വസമുദായത്തിലുൾപ്പെടെ ഒട്ടേറെ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നേതൃസ്ഥാനീയനായി പ്രവർത്തിച്ച ആദ്യകാല കോൺഗ്രസ് നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ 61ാമത് ചരമവാർഷികമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിപുലമായി ആചരിക്കുന്നത്. PP വിനോദ് കുമാർ ചെയർമാനായും ഷബീർ നിരാണി കൺവീനറായും K ജയനാരായണൻ ട്രഷററുമായുള്ള 151 സംഘാടക സമിതി രൂപീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട് എങ്ങനെ ഉണ്ടായി, എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയത് എന്നറിയാനുള്ള അവകാശം ഇന്നത്തെ തലമുറയ്ക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപ്പളശ്ശേരിയിൽ ജൂലൈ 26-ന് നമ്മുടെ ചെറുപ്പളശ്ശേരിക്കാരുടെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ശ്രീ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ 61ാം ചരമവാർഷിക ദിനം ഗംഭീരമായി ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജൂലൈ 26-ന് നടക്കുന്ന പരിപാടി KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കും. പരിപാടികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ പുതുതലമുറയോട് ചെറുപ്പളശ്ശേരിയുടെ ചരിത്രം ഒന്നും കൂടി വിളിച്ചോദ്യം കൊണ്ടുള്ള അതിവിപുലമായ ഒരു അനുസ്മരണ പരിപാടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 26-ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, പാലക്കാടിൻ്റെ പ്രിയങ്കരനായ MP VK ശ്രീകണ്ഠൻ, DCC പ്രസിഡന്റ്, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ, അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ KPCC DCC നേതാക്കൾ പങ്കെടുക്കുന്ന ഈ ഒരു അനുസ്മരണ പരിപാടി ഇവിടെ വിനോദേട്ടൻ സൂചിപ്പിച്ചു. ചെറുപ്പളശ്ശേരിയുടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തെ പോലെ വലിയൊരു മഹത് വ്യക്തി ഞങ്ങൾക്ക് വഴികാട്ടി തന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ധീരോദാത്തമായ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്തുന്നതിനും വേണ്ടി ധീരോദാത്തമായ സംഭാവനകൾ നൽകിയ ധീരയോദ്ധാവായിട്ടുള്ള മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ അനുസ്മരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് ചെർപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ PP വിനോദ് കുമാർ, കൺവീനർ ഷബീർ നീരാണി, നേതാക്കളായ P സ്വാമിനാഥൻ, KM ഇസാക്ക്, T ഹരിശങ്കർ, P അക്ബർ അലി, N ജനാർദ്ദനൻ, K ജയനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി.
വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണാർക്കാടിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വിവരങ്ങളും ഹോട്ടലുകളും ടാക്സികളും ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഇനി ഒറ്റ ക്ലിക്കിൽ അറിയാം. മണ്ണാർക്കാട് നഗരസഭ തയ്യാറാക്കിയ മണ്ണാർക്കാട് ടൂറിസം വെബ്സൈറ്റാണ് വിനോദസഞ്ചാരികൾക്ക് വഴികാട്ടിയാവുന്നത്. മണ്ണാർക്കാട് നഗരസഭയുടെ ടൂറിസം ഹബ്ബ് അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട്ടെ ടൂറിസ്റ്റ് സ്പോട്ടുകളെക്കുറിച്ചും ലഭ്യമായ സേവനങ്ങളെക്കുറിച്ചും ലോകത്തിന്റെ ഏതു കോണിലിരുന്നും വിനോദസഞ്ചാരികൾക്ക് അറിയാനും ബുക്ക് ചെയ്യാനും കഴിയും. ഹോട്ടലുകൾ, ടാക്സി, ഗൈഡ്, ഭക്ഷണ വൈവിധ്യം, ആദിവാസി മേഖലയുടെ പ്രത്യേകതകൾ, അവിടെ ലഭ്യമായ തനത് വിഭവങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ ലഭ്യമാകും. www.mannarkadtourism.com എന്ന വിലാസത്തിലാണ് വിവരങ്ങൾ ലഭിക്കുക. പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് മണ്ണാർക്കാട് പരിസര പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് തദ്ദേശീയർക്കും ദൂരസ്ഥലങ്ങളിലുള്ളവർക്കും സന്ദർശനത്തിനുള്ള യാത്ര, താമസം, ഭക്ഷണം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുകയാണ് ടൂറിസം ഹബ്ബ് കൊണ്ട് നഗരസഭ ലക്ഷ്യമാക്കുന്നത്. അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹബ്ബിനായി വെബ്സൈറ്റും ഓഫീസുകളും സ്റ്റാഫുകളെയും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. മണ്ണാർക്കാടിനെ ലോകത്തിന് മുമ്പിൽ കാണിക്കാനും അതുപോലെ ലോകത്തിലുള്ള പല കേന്ദ്രങ്ങളിലെ ടൂറിസ്റ്റുകളെ മണ്ണാർക്കാട്ടേക്ക് ആകർഷിക്കാനുമാണ് ഇങ്ങനൊരു പദ്ധതി മണ്ണാർക്കാട് നഗരസഭ രൂപീകരിച്ചത്. ഇവിടെ ഒരു വലിയ കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നഗരസഭ നടപ്പാക്കുന്നത്. ടൂറിസ്റ്റ് ഹബ്ബ് എന്നുള്ള പേരിൽ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യത്തിൽ ഒരു ടൂറിസം മേഖലയിലുള്ള ഒരു ഹബ്ബായിക്കൊണ്ട് തന്നെ, കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ സൈലന്റ് വാലി ഇവിടുന്ന് 18 കിലോമീറ്റർക്ക് അപ്പുറത്താണ്. അതുപോലെ തന്നെ അട്ടപ്പാടി, അതുപോലെ ഊട്ടി, മഞ്ചൂര്, ഗദ്ദ തുടങ്ങിയ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മലമ്പുഴ, കാഞ്ഞിരപ്പുഴ, സിരുവാണി തുടങ്ങിയ പ്രകൃതി മനോഹരമായ ഒരുപാട് ഇടങ്ങൾ നമ്മുടെ ഈ മേഖലയിലുണ്ട്. ഇതൊന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ മാസിദ സത്താർ, ഷെഫീഖ് റഹ്മാൻ, ഹംസ കുറുവണ്ണ, കൗൺസിലർമാരായ ഷമീർ വളക്കാടൻ, കെ സുഹറ, കെ രാധാകൃഷ്ണൻ, ഉഷ, നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച നടക്കും. സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. നിർധന കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ ആഹാരം നൽകുന്ന അക്ഷയപാത്രം പദ്ധതി മുതൽ തെരുവോരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് വിശപ്പകറ്റാൻ റോട്ടറി പദ്ധതി എന്നിങ്ങനെ 14ഓളം പദ്ധതികളാണ് 2025-2026 വർഷത്തിൽ റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്ഥാനാരോഹണ ചടങ്ങ് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റായി CN സത്യനും സെക്രട്ടറിയായി P കൃഷ്ണദാസും ട്രഷററായി EV വിശ്വനാഥനും ചുമതല ഏൽക്കും. വാർത്താസമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് S മോഹനൻ, നിയുക്ത പ്രസിഡന്റ് CN സത്യൻ, ജ്ഞാനാംബിക, NV മുരളീകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നാളത്തെ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടക്കുന്നത് സംഗീത ശില്പത്തിൽ വെച്ച് 7 മണിക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും കലാകാരനും പ്രഭാഷകനും സംഗീതജ്ഞനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള ലീലാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ റോട്ടറിയുടെ ഡയറക്ടർ, ഡിസ്ട്രിക്ട് ഡയറക്ടറായിട്ടുള്ള പത്മനാഭൻ സാറും, അതുപോലെ തന്നെ റോട്ടറിയുടെ അസിസ്റ്റന്റ് ഗവർണറായിട്ടുള്ള രവി നടരാജനും, ഞങ്ങളുടെ GGR ആയിട്ടുള്ള രമേശും പങ്കെടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. 7 മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങുന്നു. ഈ ഒരു റോട്ടറിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ആ ഒരു വർഷം ചെയ്യേണ്ട പദ്ധതികളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ നേരത്തെ തന്നെ അഡ്വാൻസായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും ചെയ്യേണ്ട പദ്ധതികൾ തിരഞ്ഞെടുത്തിട്ട് നടപ്പിലാക്കുകയാണ് പതിവ്. അത് 2 തരത്തിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ ഇതുവരെ ഞങ്ങൾ നടത്തി വന്നിരുന്നത്. ഒന്ന് നമ്മുടെ ഓൺഗോയിങ് പ്രോജക്ട്സ്, അത് പ്രധാനമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ, അത് എല്ലാ വർഷവും ഇനിയിപ്പോൾ വരും വർഷങ്ങളിലൊക്കെ നമ്മൾ തുടരാണ്. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി പിരിച്ച പണം ദുരിതബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് വിനിയോഗിച്ചില്ലെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പട്ടാമ്പിയിലും തൃത്താലയിലും യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ടൗണിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനവും ഉണ്ടായി. TV ഗിരീഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ തരത്തിലേക്കുള്ള ഇടപെടലുകൾ പല സേനയും പിന്മാറിയ സ്ഥലത്തുൾപ്പെടെ
അവിടെ ഇടപെട്ടുകൊണ്ട് കാട്ടിലുൾപ്പെടെ തെരച്ചിൽ നടത്തിക്കൊണ്ട് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന വാർത്ത ഉൾപ്പെടെ നാം കണ്ടതാണ്. അത്തരത്തിൽ എല്ലാവരും നടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ പ്രകൃതി ദുരന്തം നടന്ന് ആ ദുരന്തത്തിന്റെ ഭാഗമായി അവിടെയുള്ള ആളുകളെ പുനരധിവസിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം നൽകപ്പെട്ടത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലേക്കുള്ള സംഭാവനകൾ ലഭിക്കപ്പെടുന്ന കണ്ടതാണ്. വലിയ തരത്തിലേക്ക് വിവിധ സംഘടനകൾ, വിവിധ തരത്തിലേക്കുള്ള പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ ആളുകളെ പുനരധിവസിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സഹായങ്ങൾ നൽകപ്പെട്ടു. എ നീരജ്, പി ആർ രജീഷ്, വി ടി രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരി മയക്കുമരുന്ന് വിപത്തിനെതിരെ പൊതുജന ബോധവൽക്കരണവുമായി പാതായ്ക്കര AUP സ്കൂൾ വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് ക്രിസാലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിയെയും ലഹരി മാഫിയയെയും അകറ്റി നിർത്തുക, വായനയും പഠനവും ലഹരിയാക്കുക എന്നീ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഏന്തിയാണ് പാതാക്കര AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. സ്കൂൾ കുട്ടികളുടെ ഫ്ലാഷ് മോബ് അവതരണം നിറഞ്ഞ കയ്യടിയോടെ ജനങ്ങൾ സ്വീകരിച്ചു. പ്രധാന അധ്യാപകൻ ഷിബു AP, ഇംഗ്ലീഷ് ക്ലബ്ബ് ഭാരവാഹികൾ അധ്യാപകരായ അലീന, രോഹിണി, റജ ജാസ്മിൻ, ശ്രീകാന്ത്, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവം മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് രക്ഷാപ്രവർത്തകർ പിന്തിരിഞ്ഞതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടമായതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാർ ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും MT രമേശ്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മഞ്ഞളാംകുഴി അലി MLAക്കെന്ന് CPM. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി MLA അട്ടിമറിച്ചെന്നും CPM നേതാക്കൾ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണത്തിനെതിരെയും നേതാക്കൾ. മണ്ണാർക്കാട് കാരാകുറിശ്ശിയിലും ഒറ്റപ്പാലത്തും തെരുവ് നായ ആക്രമണം. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർക്ക് കാരാകുറിശ്ശിയിൽ കടിയേറ്റു. ഒറ്റപ്പാലത്ത് കടിയേറ്റത് സെക്യൂരിറ്റി ജീവനക്കാരന്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആനമൂളി റോഡ് വിഷയത്തിൽ MLAക്കെതിരെ ആരോപണം ഉന്നയിച്ച CPIക്കെതിരെ മുസ്ലിം ലീഗ്. പൊതുമരാമത്ത് വകുപ്പിനെ നോക്കുകുത്തിയാക്കി വെള്ളാനയായ കിഫ്ബിയെ നിയോഗിച്ചതാണ് പദ്ധതി വൈകാൻ കാരണം. ഒരു പദ്ധതി വൈകിയതിന്റെ പേരിൽ MLAയെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും നേതാക്കൾ. ഒറ്റപ്പാലം ലക്കിടിയിൽ യുവാവ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് കുത്തേൽക്കുകയും ചെയ്ത കേസിൽ 7 പേരെ കോടതി വെറുതെ വിട്ടു. രാഷ്ട്രീയമായി പകപോക്കാൻ CPM പ്രവർത്തകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാട്ടുകൾ സ്വദേശിയായ ലീഗ് പ്രവർത്തകന് 4 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. അയൽവാസി വഴിയടച്ചതോടെ ദളിത് വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിച്ച കുടുംബം. മലപ്പുറം പാണ്ടിക്കാടാണ് സംഭവം. പ്രതിഷേധം അവസാനിപ്പിച്ചത് തഹസിൽദാർ എത്തി കുടുംബവുമായി നടത്തിയ ചർച്ചയിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.